നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് തൃത്താലയുടെ വികസന സ്വപ്നങ്ങളുടെ ചിറക് വിരിക്കുന്നതാണെന്ന് വി.ടി. ബൽറാം എം.എൽ.എ. തൃത്താലയ്ക്കായി നിരവധി പദ്ധതികൾ അനുവദിച്ച മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായും ബൽറാം പറഞ്ഞു. മുഖ്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ച 2 പദ്ധതികൾ തൃത്താലയെ സംബന്ധിച്ച് സുപ്രധാനമാണ്. ചാലിശ്ശേരി ആശുപത്രിയുടെ സമഗ്ര നവീകരണമാണൊന്ന്. നിലവിൽ 2 കോടി രൂപ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ വലിയ വികസനമാണ് ആശുപത്രിയിൽ ഉണ്ടാവുക. ഇതിനായി കൂടുതൽ തുക അനുവദിക്കും. അവിടെ നിലവിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ വിപുലീകരണവും യാഥാർത്ഥ്യമാവും. മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ.ആർ. നാരായണന്റെ പേരിലുള്ള സിവിൽ സർവീസ് അക്കാദമി യുവതലമുറയിലുള്ള പ്രതീക്ഷാനിർഭരമായ ഒരു നിക്ഷേപമാണ്. തൃത്താലയടങ്ങുന്ന പഴയ ഒറ്റപ്പാലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയായിരുന്ന ഡോക്ടർ കെ.ആർ. നാരായണന്റെ പാത പിന്തുടർന്ന് പിന്നാക്ക ദുർബല ജനവിഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് യുവതി-യുവാക്കളെ ഭരണരംഗത്തേക്ക് കൈപിടിച്ച് നടത്താൻ ഈ സ്ഥാപനത്തിന് നാളുകളിൽ കഴിയുമെന്നും ബൽറാം പറഞ്ഞു. തൃത്താല മണ്ഡലത്തിന്റെ ആസ്ഥാന പട്ടണമായ കൂറ്റനാട് കേന്ദ്രീകരിച്ച് ഒരു പുതിയ ടൂറിസം പദ്ധതി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ള പരുതൂർ, ഇരുമ്പിളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം, മുറിഞ്ഞായക്കടവ്, കൈതക്കടവ് പാലം, റോഡുകളടക്കമുള്ള നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ബഡ്ജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട്. കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡ് നവീകരണത്തിനായി 7.5 കോടിയും, മല ചാലിശ്ശേരി റോഡ് 4 കോടിയും, നടുവട്ടം തണ്ണീർക്കോട് റോഡിന് 3 കോടിയും, മാത്തൂർ ആമക്കാവ് റോഡിന് 3 കോടിയും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തിരുമറ്റക്കോട് രായമംഗലം ദുബായ് റോഡിലെ പാലത്തിനും, പരുതൂർ പഞ്ചായത്തിലെ ഏച്ചുണ്ണി പാലത്തിനും, പഴയങ്ങാടി ചിറങ്കര റോഡിനും ബഡ്ജറ്റിൽ പണമുണ്ട്. നാഗലശ്ശേരി ഗവൺമെന്റ് ITIക്കും മലമക്കാവ് GLP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ബഡ്ജറ്റിൽ പണം അനുവദിച്ചു. നാഗലശ്ശേരി, ചാലിശ്ശേരി പഞ്ചായത്തുകളിലെ 2 കുളങ്ങൾ നവീകരിക്കാൻ 50 ലക്ഷം രൂപ വീതം ബഡ്ജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട്. കപ്പൂർ തോട്ടുപാടത്ത് കനാൽ നവീകരണ പദ്ധതിക്ക് 63 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. ഡോളർ മാറ്റ കച്ചവടത്തിൽ പങ്കാളിയായ വിളയൂർ പഞ്ചായത്ത് അംഗം T.P. റാഫി മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അംഗം ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും ഡിവൈഎഫ്ഐ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗിനായി ഇന്ത്യൻ രൂപ ഡോളറാക്കി മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ആക്രമിച്ച് പണം തട്ടിയ കേസിലെ പരാതിക്കാരിൽ ഉൾപ്പെട്ട വിളയൂർ പഞ്ചായത്ത് അംഗം കോൺഗ്രസിലെ T.P. റാഫി മെമ്പർ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്. റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പണമാണ് നഷ്ടമായത്. പണം അപഹരിച്ചവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. എന്നാൽ നിയമവിരുദ്ധമായാണ് റാഫിയും സംഘവും പണമിടപാടിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐക്കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അംഗം മെമ്പർ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. 1-ാം വാർഡ് കോൺഗ്രസിന്റെ മെമ്പറായിട്ടുള്ള മുഹമ്മദ് റാഫി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡോളർ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കേരളത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മെമ്പർ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനം. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ആ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തൃപ്രയാറിൽ ഇന്നലെ നടന്നിട്ടുള്ള ഈ വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ അറിയാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നുള്ള തെരഞ്ഞെടുപ്പിൽ വിളയൂരിനകത്ത് കോടിക്കണക്കിന് രൂപ UDF അന്ന് അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്നേ ഞങ്ങൾ ആരോപണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പറഞ്ഞതാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ടവർ ഏത് പാർട്ടിക്കാരാണെന്നും അന്വേഷണം നടത്തണം. ഡിവൈഎഫ്ഐയിലോ CPMലോ ഉൾപ്പെട്ടവർ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. നിലവിൽ പഞ്ചായത്ത് അംഗം ഇത്തരം സംഭവങ്ങളിൽ ചെന്നുപെടുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ MN സുദീപ്, അർജുൻ, വിനീത് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.
വിദേശ നാണ്യങ്ങളുടെ വിനിമയം നടത്താൻ പാടില്ല എന്നുള്ള ഒരു ശക്തമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഡോളർ ആയിക്കോട്ടെ, മറ്റേത് വിദേശ നാണ്യമായിക്കോട്ടെ. അങ്ങനെയുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്തിനകത്ത് പറയപ്പെടുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 16 ലക്ഷം രൂപ ഇവർ കൊണ്ടുപോകുന്നു, അത് ഡോളറാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. ഈ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ആ പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. അതും ഒരു യുവാവായിട്ടുള്ള ജനപ്രതിനിധി. ഈ ജനപ്രതിനിധി, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പൊതുസമൂഹത്തില് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആളുകൾക്ക്, വെളയൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, നമ്മൾ പൊതുസമൂഹത്തിനെല്ലാം തന്നെ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ കേസുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായ കേസുകൾ ഇപ്പോൾ പല ഭാഗങ്ങളിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നാടെങ്ങും അന്താരാഷ്ട്ര യോഗാ ദിനാചരണം. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ NCCയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി. നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത്. കോളേജിലെ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. യോഗാഭ്യാസ ക്ലാസുകളോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. നമ്മൾ കൈകാര്യം ചുരുട്ടി 1 2 3 4 5 6. ഓക്കെ, രണ്ട് കൈ ഫോമിൽ വയ്ക്കും. ഫോമിൽ വേണ്ടി ഇരിക്കും. നിങ്ങൾ റൊട്ടേഷൻ ചെയ്യാണ്. റൊട്ടേഷൻ 1 2 3 4 5 6. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി യോഗാ ദിനാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗ നമുക്ക് എല്ലാവർക്കും അറിയാം, കേവലം ഒരു വ്യായാമ മുറ മാത്രമല്ല, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിനെയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. വിദ്യാർത്ഥിനികളിൽ സമ്മർദ്ദം, അത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. വിദ്യാഭ്യാസവുമായ പരമായ സമ്മർദ്ദങ്ങളുണ്ട്, കുടുംബത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങളുണ്ട്. അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു വിഷാദ രോഗം ബാധിച്ച നിരവധി ആളുകളെ നമുക്ക് നമ്മുടെ പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ കേവലം ഒരു മരുന്നുകൾ കൊണ്ട് മാത്രം അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു യോഗ എന്ന് പറയുമ്പോൾ ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. എല്ലാ ദിവസവും നേരത്തെ സിജി പിള്ളൈ സാർ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ഒരു നിശ്ചിത സമയം യോഗ അഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ വിഷാദ രോഗം ഇല്ലാതാക്കുന്നതിനും നമ്മുടെ വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനൊക്കെ ഇത്തരം യോഗയിലൂടെ നമുക്ക് സാധിക്കും. അപ്പൊ അതൊക്കെ തന്നെ കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ട്രെയിനർമാർ. ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേഡൽ സിജി പിള്ള അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ A പ്രമോദ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ MR രശ്മി, സുബേദാർ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫുൾനെസ് ട്രെയിനർമാരായ അജേഷ് K നാരായണൻ, KP രവി, K സുധീഷ്, K ഊർമിള, K ഗോപിക, RK അഞ്ജന എന്നിവർ യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. NCC ഒറ്റപ്പാലം ബറ്റാലിയന് കീഴിലുള്ള വിവിധ കോളേജുകളിലെ NCC കേഡറ്റുകൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന ബജറ്റിൽ പ്രവാസികളെ അവഗണിച്ചുവെന്നാരോപിച്ച് പട്ടാമ്പിയിൽ കേരള പ്രവാസി സംഘത്തിന്റെ പ്രതിഷേധം. സംസ്ഥാന ബഡ്ജറ്റിൽ പ്രവാസികളെ അവഗണിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് കേരള പ്രവാസി സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് യാഹു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി റിയാസുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജലീൽ, വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധ മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് 1 മാസത്തോളമായി കേരളത്തിൽ അധികാരത്തിലേറ്റ
UDF സർക്കാർ പ്രവാസികളുടെ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രവാസികളെ എല്ലാം തന്നെ അവർക്ക് വേണ്ടി ഒരു രൂപ പോലും ഈ ബഡ്ജറ്റിൽ മാറ്റിവെക്കാതെ അവരെ ഒന്നടക്കം അവഹേളിച്ചിരിക്കുകയാണ്. ഇതിനെതിരുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് തല PM കിസാൻ ദിവസാചരണം കൊപ്പത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. PM കിസാൻ ദിവസാചരണത്തിൻ്റെ പട്ടാമ്പി ബ്ലോക്ക് തല ഉദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്ക് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ കർഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാർഷിക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഒരു കാർഷിക സംസ്കാരമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരള സംസ്ഥാനം എന്ന് നമുക്കറിയാം. കർഷകരാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല്. അവരെ സഹായിച്ചില്ലെങ്കിൽ, അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ നിലനിൽപ്പില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രചരണം, ഇത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴായി നമ്മൾ പിന്നോക്കം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാർഷിക രംഗത്ത് ഇവിടെ ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഗ്രാമപഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിലിരിക്കുന്ന ഏത് സംവിധാനങ്ങളായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സാധാരണ കർഷകരുടെ ഇടയിലുള്ള പ്രചരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദാലി, കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അജയ് ഘോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയശങ്കർ കൊട്ടാരത്തിൽ, വനജ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ KP ഷീജ, ആതിര, ജാസ്നി, ഫാരിസ് ബീഗം, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ, കൃഷി ഓഫീസർ NG മേഘ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ വായനശാലയുടെ നേതൃത്വത്തിലുള്ള വായനാ പക്ഷാചരണ പരിപാടികളുടെ ഉദ്ഘാടനം വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വിവിധ വായനാ സാഹിത്യ പരിപാടികളോടെ വായനാ പക്ഷാചരണം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് വിനോദ്, സെക്രട്ടറി EK മണികണ്ഠൻ, ട്രഷറർ P അനീഷ്, വനിതാ ലൈബ്രറിയൻ സുധ ഉദയഭാനു എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ മഞ്ഞളുങ്ങൽ പാടത്തെ സർവീസ് റോഡിന്റെ തകർച്ച പരിഹരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചരക്ക് വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം പാതയിൽ തുടരും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങളിൽ തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിച്ചാണ് വാഹന ഗതാഗതം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് കനത്ത മഴയിൽ സർവീസ് റോഡിന്റെ വശം ഇടിഞ്ഞത്. തുടർന്ന് റോഡ് വെട്ടിപ്പൊളിച്ചാണ് തോട്ടിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിയത്. ഇതേ തുടർന്നാണ് പാതയിൽ എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിയ നിർമ്മാണ പ്രവൃത്തിക്കൊടുവിലാണ് സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ ഇതിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചു. അതേസമയം ചരക്ക് വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. മഴ ശക്തമായാൽ സർവീസ് റോഡിന്റെ സുരക്ഷ നിലവിൽ ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് നിലവിൽ ഇതിലൂടെയുള്ള വാഹനയാത്ര തുടങ്ങിയിരിക്കുന്നത്. അതേസമയം പാത 2 മാസത്തേക്ക് പൂർണ്ണമായും അടച്ചിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്താനാണ് കരാറുകാർ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കുന്നത്. എന്നാൽ ഇതിന് അനുമതി നൽകരുതെന്ന ആവശ്യവുമായി മുഹമ്മദ് മൂസിൻ MLA കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സമീപിച്ചിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MLA മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നുണ്ട്. പട്ടാമ്പി നഗരസഭയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നഗരസഭ രംഗത്തിറങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗവും ചേർന്നു. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അടിയന്തര ഏകോപന യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം.
വർദ്ധിച്ചുവരുന്ന ഡെങ്കിപ്പനി ഭീഷണിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനൊപ്പം പൾസ് പോളിയോ, ഇമ്മ്യൂണൈസേഷൻ, വയറിളക്ക രോഗ പ്രതിരോധത്തിനായുള്ള ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികളും യോഗം ചർച്ച ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ എന്നിവരെ കൂടി ഉൾപ്പെടുത്തുവാൻ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, സ്ഥിരസമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളെയും തലക്കശ്ശേരിയിൽ അനുമോദിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷൻ മെമ്പർ ബാബ മാളിയേക്കൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം VT ബൽറാം MLA നിർവഹിച്ചു. തലക്കശ്ശേരി തൊഴുക്കാട് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളെ MLA അഭിനന്ദിക്കുകയും ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബാബ മാളിയേക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന, പട്ടിത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ, ബ്ലോക്ക് മെമ്പർമാരായ ഹുസൈൻ പൊളിയഞ്ഞാലിൽ, സൗമ്യ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. DCC ഭാരവാഹികളായ ബാബു നാസർ, മാധവദാസ്, ബാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP മുഹമ്മദ്, പട്ടിത്തറ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി മൊയ്തീൻ കുട്ടി, INTUC നേതാവ് അബ്ദുള്ള കുട്ടി, E സൈദലവി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ BJP കപ്പൂർ മണ്ഡലം തല ഉദ്ഘാടനം ആനക്കര വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചുകൊണ്ട് നടന്നു. മൂന്നാം മോദി സർക്കാർ 3ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി KV ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് അധ്യക്ഷനായി. വിഷ്ണു മലമൽക്കാവ്, TP സുരേന്ദ്രൻ, രാമചന്ദ്രൻ ആനക്കര, വീരമണി കുമ്പിടി, KV അയ്യൂബ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചതിൽ ആനക്കര വില്ലേജ് ഓഫീസർ ഗോവിന്ദരാജ് നന്ദി രേഖപ്പെടുത്തി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഭീമൻ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നു. 4 കോടി രൂപ ചെലവഴിച്ചാണ് സംഭരണിയുടെ നിർമ്മാണം നടത്തിയത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഭീമൻ ജലസംഭരണി നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ കാർഷിക ജലസേചനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമായും 2 ഏക്കർ വിസ്തൃതിയുള്ള ജലസംഭരണിയുടെ നിർമ്മാണം നടപ്പാക്കിയത്. 4 കോടി രൂപ ചെലവിലാണ് ഈ കുളം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 1 വർഷം മുമ്പാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. മഴ തുടങ്ങിയതോടെ കുളത്തിൽ വലിയ തോതിലാണ് വെള്ളം എത്തിയിരിക്കുന്നത്. വലിയ തോതിൽ ഉറവ വന്ന സാഹചര്യത്തിൽ നിലവിലെ പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വേനലിൽ തുടങ്ങിയ പ്രവൃത്തികളാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. കുളത്തുനിന്നും കോരിയ മണ്ണുപയോഗിച്ച് ചുറ്റും ബണ്ട് നിർമ്മാണവും നടക്കുന്നുണ്ട്. മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. വേനൽക്കാലത്ത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് വെള്ളമില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നെല്ല്, പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷിയുടെ പ്രവർത്തനങ്ങളും ഇതുമൂലം വലിയ തോതിൽ തടസ്സപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജലസേചനം ഉറപ്പുവരുത്തുവാൻ ഭീമൻ കുളം നിർമ്മിക്കുവാൻ പദ്ധതിയായത്. കുളത്തിനു ചുറ്റും അലങ്കാര ചെടികളും മറ്റും വെച്ച് ആകർഷണമാക്കുവാനുള്ള പദ്ധതിയും ലക്ഷ്യമിടുന്നുണ്ട്. MLAക്കൊപ്പം കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഏറ്റവും വലിയൊരു കൃത്രിമ ജലസംഭരണി ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. എർത്തൻ ഡാമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 മീറ്റർ ആഴത്തിൽ, 5 മീറ്ററിലധികം ആഴമുള്ള ഒരു സംവിധാനമാണ്. നേരത്തെ 2 മീറ്റർ ആഴമുണ്ടാക്കി അതിൽ നിന്ന് മണ്ണെടുത്ത് 4 പുറവും ബണ്ട് കെട്ടി ആ ബണ്ട് സ്ട്രോങ് ആയി കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല ഇത് 3 കോടി ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്നതാണ്. ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയോജനം, ഇവിടുത്തെ റിസർച്ചിനൊക്കെ തന്നെ പ്രയോജനം ലഭിക്കും. ഇവിടുത്തെ പരിസരത്തെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അത് അവരുടെ വീടുകളിലെ വെള്ളത്തിനൊക്കെ ഇത് പ്രയോജനം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ നാച്ചുറലായിട്ട് സെറ്റ് ആവേണ്ടതാണ്. അപ്പോൾ ഈ മഴ കഴിഞ്ഞാൽ അടുത്ത മഴയും കൂടെ, അടുത്ത മഴയ്ക്ക് മുമ്പായിട്ടാണ് ബാക്കി സംവിധാനങ്ങൾ ചെയ്യുക. അത് സെറ്റാവാനുള്ള എടുക്കുന്ന ഒരു സമയമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മറ്റു ഇതിലേക്ക് വരുന്ന ഇൻലെറ്റ്, അതുപോലെ ഔട്ട്ലെറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഓവർഹെഡ് ടാങ്ക്, അതുപോലെ ജലവിതരണം ചെയ്യാനുള്ള സംവിധാനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കൂടെ സൗന്ദര്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് സർവകലാശാലയ്ക്കും നെല്ല് ഗവേഷണ കേന്ദ്രത്തിനും അതുപോലെ തന്നെ ഈ പട്ടാമ്പിയിലെ ജനങ്ങൾക്കും ഏറെ ഐതിഹ്യ പെരുമയാർന്ന ശുദ്ധജല പുണ്യതടാകമായ മാനസരോവർ തീരത്തെത്തുകയും കൈലാസയാത്ര നടത്തി പുണ്യം നേടി നാടിന് അഭിമാനമാവുകയാണ്
ചാലിശ്ശേരി പട്ടിശ്ശേരി സ്വദേശിനി ശില്പ ശിവകുമാർ. ആരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കൈലാസം എന്ന പുണ്യഭൂമിയിൽ തണുത്തുവിറങ്ങലിച്ച് അമ്പരചുംബികളായി നിൽക്കുന്ന ഉയർന്ന മലനിരകൾക്ക് നടുവിൽ താൻ ചെറുപ്പത്തിൽ പഠിച്ച പുസ്തകങ്ങളിലും പുരാണ വീഡിയോകളിലും മാത്രം കാണുകയും ചെയ്തിരുന്ന പവിത്രമായ മണ്ണിൽ എത്തിപ്പെടാൻ സാധിച്ചത് ജീവിത പുണ്യമായി കരുതുന്നുവെന്ന് ശില്പ ശിവകുമാർ പറഞ്ഞു. കൈരളി ന്യൂസ്, ബിഹൈൻഡ് ദ വുഡ്സ്, നവകേരള എന്നിവിടങ്ങളിൽ റിപ്പോർട്ടറായിരുന്ന ശില്പ ഇപ്പോൾ ജനം TV-യിൽ ജോലി ചെയ്തു വരികയാണ്. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി പാറക്കാട്ടിൽ ശിവകുമാർ ബിന്ദു ദമ്പതികളുടെ മകളാണ് ശില്പ. വിദേശത്തുള്ള ശരത് ഏക സഹോദരനാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.